ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അമൃതാത്മാക്കളെ, ശ്രീമദ് ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്ന് നമ്മുടെ ചിന്താവിഷയം ഗീതയുടെ പശ്ചാത്തലം. പ്രിയരെ, മഹാഭാരതം ഒരു ഇതിഹാസമാണ്. എന്നാൽ ഭഗവത്ഗീത ഉപനിഷത്തുക്കളിലുള്ള മഹത് സത്യങ്ങളുടെ സംഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഗീതാ പഠനം. അനവധി ഗുണപാഠങ്ങൾ പഠിപ്പിക്കുന്നു എന്നതിന് പുറമെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത് കൂടിയാണിത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചത് പാണ്ഡവരും കൗരവരും അന്യോന്യം യുദ്ധത്തിനൊരുങ്ങി രണഭൂമിയിൽ പരസ്പരം അഭിമുഖീകരിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ്. ഒരു ഭാഗത്ത് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ ഇവരടങ്ങുന്ന പാണ്ഡവർ. മറുഭാഗത്ത് ഭീഷ്മർ, ദ്രോണർ, കൃപർ, ദുര്യോധനൻ, ദുശാസനൻ, കർണൻ തുടങ്ങിയവരടങ്ങുന്ന കൗരവർ. സൂക്ഷ്മവും വിദഗ്ധവുമായി യുദ്ധത്തെ വർണ്ണിക്കാൻ തയ്യാറായി നിൽക്കുന്ന സഞ്ജയനോടുള്ള ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ഒരു ചോദ്യമാണ് ഗീതയിലെ ആദ്യ ശ്ലോകം. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ അണിനിരന്നു നിൽക്കുന്ന എന്റെ ആളുകളും പാണ്ഡവരും എന്താണ് ചെയ്തത് സഞ്ജയ എന്ന്. കുരുക്ഷേത്രമെന്നാൽ യുദ്ധഭൂമി. ധർമ്മക്ഷേത്രമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മം നിലനിൽക്കുന്ന പ്രദേശം എന്നാണ്. അതായത് ഇവിടെ പാണ്ഡവർ യുദ്ധം ചെയ്യുന്നത് ധർമ്മത്തിന്റെ വിജയത്തിനു വേണ്ടിയാണ് എന്നർത്ഥം. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അർജുനന്റെ സാരഥിയായി വർത്തിക്കുമ്പോൾ ആ പ്രദേശം ധർമ്മക്ഷേത്രമാകാതിരിക്കാൻ വയ്യല്ലോ. ഒരു രക്തച്ചൊഴിച്ചിൽ ഒഴിവാക്കാനാണ് അർജുനൻ ആദ്യം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞത്. കാരണം രാജ്യം നേടുന്നതിനായി തന്റെ ബന്ധുജനങ്ങളെ കൊല്ലുന്നതിൽ സുഖമോ സന്തോഷമോ അദ്ദേഹത്തിന് തോന്നിയില്ല. ഭഗവത്ഗീതയുടെ പ്രധാന ഉദ്ദേശം വിവിധ മോക്ഷമാർഗങ്ങളെ വെളിപ്പെടുത്തി അർജുനനെ മോഹമുക്തനും കർമ്മോത്സുകനുമാക്കുക എന്നതാണ്. കർമ്മത്തിൽ നിന്നും പിന്തിരിയാനുള്ള പ്രേരണ ഒരു മഹാരോഗം തന്നെയാണ്. ഈ വിഭ്രാന്തിയെക്കുറിച്ച് അർജുനൻ ഭഗവാനോട് തുറന്നു പറയുന്നു. ഞാൻ ഒരു ശിഷ്യനെപ്പോലെ അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഈ സന്നിഗ്ധാവസ്ഥയിൽ ശ്രേയസ്കരമായതെന്തോ അതിനെ ഉപദേശിച്ചാലും. ഇതും ധാർമ്മികന്റെ ലക്ഷണമാണ്. ഗീത പകരുന്ന വിദ്യ അതാഗ്രഹിക്കുന്നവനുള്ളതാണ്. ആഗ്രഹിക്കുന്നവനെ അത് കർമ്മോത്സുകനാക്കി തീർക്കുകയും ചെയ്യുന്നു. സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.